ഞങ്ങൾ പതിപോലെ ഇന്ന് മൂന്നാമത്തെ പകലാണ്. ഫസ്റ്റ് വലയിലെ ചരക്കായി പൊട്ടിച്ചിട്ടേക്കുന്നത്. ഏകദേശം നല്ല പൊടിമത്തിയുണ്ട്, പൊടിച്ചാളയുണ്ട്. ഇതിപ്പോൾ കെട്ടുന്ന സാധനമാണ് കോടൻ്റ്. വലയെല്ലാം ഒതുക്കി വെച്ചേക്കാണ് അടുത്ത വലയിടാൻ വേണ്ടി. ജസ്റ്റ് ഇങ്ങനെ മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുക. ഈ വലയിൽ കിട്ടിയ പ്രത്യേകത എന്ന് വെച്ചാൽ 2 അതിഥികളുണ്ട്. ഒരാമയും ഒരു പാമ്പും, കടൽ പാമ്പും ഒരാമയും കിട്ടി. ഈ 2 പേരെ രക്ഷപ്പെടുത്തി വെള്ളത്തിലേക്ക് ഇടണം. കാരണം ഇവർ നമുക്കൊരു പ്രയോജനമില്ല. വായിൽ കൈവച്ച് കൊടുത്തില്ലെങ്കിൽ കടിക്കത്തില്ല, അതുകൊണ്ട് ഉപദ്രവമില്ല. ആമയ്ക്ക് ജീവനുണ്ട്, പക്ഷെ മയങ്ങി കണക്കെ ആൾ കടക്കത്തോള്. പാമ്പ് നല്ല ഉണ്ട്. ഇതിൻ്റെ തലയും പാലും ഏകദേശം കണ്ട ഒരേ കണക്കിരിക്കും. അപ്പോൾ പിടിക്കുമ്പോൾ നോക്കി തന്നെ പിടിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ കടി കിട്ടും. ആമ പിന്നെ പെട്ടെന്ന് കയറി അറ്റാക്ക് ചെയ്യത്തില്ല. പാമ്പ് അങ്ങനെയല്ല, നമ്മൾ എടുക്കുന്നുള്ളത് തന്നെ തിരിഞ്ഞു വരും. കടി കിട്ടിക്കഴിഞ്ഞാൽ ഇതിന് പല്ലില്ല, ഇതിൻ്റെ മാംസത്തോട് ചേർന്ന് നമ്മുടെ കുഞ്ഞ് കീരിപ്പല്ല് കണക്കിരിക്കും. നല്ല അരവാണ്. പൊക്കിയെടുത്ത് വെള്ളത്തിലേക്ക് ഇട്ടാൽ മാത്രം മതി, പോയിക്കോളും. ഇനി ആമേനെ എടുത്ത് വെള്ളത്തിലേക്ക് ഇടണം. നങ്ക് കൂടുതലുണ്ട്, മത്തിയും കൂടുതലുണ്ട്. നങ്കെന്ന് പറഞ്ഞാൽ മാന്തലാണ്. ആമയുടെ മുതുകത്തൊക്കെ ഒട്ടിയിരിക്കുന്ന മാന്തൽ തന്നെയാണത്. ഇവിടെ നങ്കെന്നും പറയും. ഈ സാധനം ചെറുതാണേലും നല്ല വെയിറ്റാണ്. എങ്ങനെ ആയാലും ഒരു ഇടത്തര ആമ കയറിയാൽ 30 കിലോ 40 കിലോ വെയിറ്റ് ഉണ്ടാവും. പക്ഷെ ഇതത്രയില്ല. കഴിഞ്ഞ രാത്രി കിട്ടിയത് 50-60 കിലോ വെയിറ്റുള്ളതാണ്. ഇതൊരു 25 കിലോ അല്ലെങ്കിൽ ഒരു 30 കിലോ മാക്സിമം. പിന്നെ ആമയ്ക്കൊരു സ്വഭാവമുണ്ട്, വെള്ളത്തിലേക്ക് ഇട്ടാൽ പൊങ്ങി വന്ന് നന്ദി പറഞ്ഞിട്ടേ ആൾ പോകാറുള്ളൂ. ഏതാണ്ട് പൊങ്ങി, പക്ഷേ സൂം ചെയ്ത് എടുക്കാനായിട്ട് പറ്റിയില്ല. ആളെന്തായാലും സേഫായിട്ട് പുള്ളിയുടെ കുടുംബ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. ഇനി ചരക്ക് പറക്കുക, തിരിഞ്ഞു മാറുക. ഇതിനകത്ത് കോര അങ്ങനെയൊക്കെയുള്ള നല്ല മീനുകളുണ്ട്. ഇപ്പോൾ ബോട്ട് ലേശം പടിഞ്ഞാറേക്ക് ഓടി മാറുകയാണ്. കാരണം നാരൻ ചെമ്മീൻ കുറവാണ്. ഈ പൊടിമീനുകൾ മാത്രമേ ഉള്ളൂ. ഇത് വളത്തിനേ പോവുള്ളൂ. ഏറ്റവും ചെറുതാണെങ്കിൽ നമ്മുടെ കച്ചവടത്തിന് കമ്പോളത്തിലെത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഈ സാധനം നമ്മൾ നേരെ വളത്തിന് കൊടുക്കുന്ന പച്ച ചാളയാണ്. പക്ഷേങ്കിൽ തീരെ ചെറുപ്പമാണ്. പക്ഷെ ഇതും കിട്ടാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. മിക്ക നാട്ടിലും കുടൽ പൊട്ടിയതും കണ്ണി പോകുന്നതും ആ ചാള എത്തത്തോളും. പക്ഷെ നമുക്ക് പിന്നെ അങ്ങനെയുള്ള പ്രശ്നമില്ല. ഫ്രഷ് സാധനം മാത്രമാണ് നമ്മൾ കഴിക്കുന്നത്. പിന്നെ ഏകദേശം ഒരു 15 മിനിറ്റ് കൂടെ ഓടിയുമ്പോൾ പടിഞ്ഞാറേക്ക് കയറും. സൂര്യൻ ഉദിച്ച് ഒരു 7:30-7:15 ടൈം ആവുന്നേ ഉള്ളൂ. ഫസ്റ്റ് വലയിൽ കിട്ടിയ ചരക്കാണ് ഈ കാണുന്ന മൊത്തം. നാരൻ പരുന്തൊക്കെ നല്ല രീതിയിൽ വട്ടമിട്ട് പറക്കുകയാണ്. കാരണം ഈ ചരക്ക് പറക്കുമ്പോൾ നമ്മൾ വേസ്റ്റ് വെളിയിലേക്ക് കളയുന്നത്. ഇത് കടൽക്കാക്കകളും ഇത് കണക്ക് തന്നെ. നമ്മളിങ്ങനെ എറിഞ്ഞെറിഞ്ഞ് കളയുന്നത് ഇയാളെ മരം ഒന്ന് റാഞ്ചി എടുത്തുകൊണ്ട് പോകും.